എന്തൊക്കെ പറഞ്ഞോണ്ടോ നീ കൊണ്ടുപോകാൻ നമ്മെ കൊണ്ട് പഠിപ്പിക്കണം. സാഫാണിത്, സാഫ. ഗുഡ് മോർണിംഗ്. സോറി, ഞാൻ തന്നെ രാവിലെ എണീക്കുമ്പോൾ എനിക്ക് പ്രത്യേകം നല്ല സൗണ്ടാണ്. ഹലോ ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ് വിച്ച് ഈസ് നവരാത്രി വ്ളോഗ്. നിങ്ങൾ കുറേ ബഹളം വെച്ചിട്ട് ഫൈനലി എനിക്ക് വ്ളോഗ് ചെയ്യേണ്ടി വന്നെ. കാരണം ഞാൻ വിചാരിച്ചായിരുന്നു ഇത്തവണ കുറച്ചിന് വ്ളോഗ് വേണോ വേണ്ടേ പക്ഷെ സ്വൈര്യം ഉണ്ടായിരുന്നില്ല കമന്റ്സിൽ. അതുകൊണ്ട് ഫൈനലി വ്ളോഗായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. കണ്ണുപോലും തുറന്നിട്ടില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ ഒരു മിനിറ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഞാൻ ഉറങ്ങി എണീറ്റിട്ട് ഇപ്പൊ ഓടി വന്നതാണ്. ഫൈനലി നവരാത്രി ഇന്ന് മുതൽ നവരാത്രി സ്റ്റാർട്ട് ആവും. ഐ എം സോ ഹാപ്പി. ആൻഡ് നവരാത്രി സ്റ്റാർട്ട് ആവണം ഇന്ന് തിങ്കളാഴ്ചയും കൂടെ ആയതുകൊണ്ട് എൻ്റെ സോമവാർ വ്രതവും കൂടി ഉണ്ട്. സോ യെസ്, തിങ്കളാഴ്ചയുള്ള വ്രതം അതുണ്ട് ട്ടാ. ശിവദേവൻ. ഞാൻ എണീക്കുന്നതിന് മുമ്പ് മമ്മി പോയിട്ടുണ്ട് ബെസ്റ്റിയുടെ കൂടെ വാക്കിങ്ങിന് വേണ്ടിയിട്ട്. ആൻഡ് നവരാത്രിക്ക് വേണ്ടി ഞാൻ കുറച്ചും കൂടെ എൻ്റെ വെയിറ്റ് കുറച്ച് ഗൈസ് കാണുന്നുണ്ടോ. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ഇന്നലെ കാണാൻ പോയപ്പോൾ അവർ പറഞ്ഞ് ഇവിടെയൊക്കെ അറിയണുണ്ടെന്ന്. നേച്ചർ കോൾ പതുക്കെ വരുന്നുണ്ട്. അതിന് മുമ്പ് നമുക്ക് വേഗം ഇവിടെ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കിയില്ല. ഓക്കെ, സാരില്ല. കുറച്ച് മല്ലിവെള്ളം ഇതിനകത്തുണ്ട്. ഓൾറെഡി തിളപ്പിച്ചതാണ്, പക്ഷെ നമുക്കൊന്ന് പതുക്കെ ചൂടാക്കണം. ഇച്ചിരി ഒന്ന് ബോം ആക്കി കഴിഞ്ഞാൽ ഒന്നും കൂടെ വയറ് ക്ലീൻ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്കിവിടെ കാത്തിരിക്കാം. നിങ്ങൾക്കറിയാമോ, ഞാൻ നാട്ടിൽ പോണതിന് മുമ്പ് ഇവിടെ ഇങ്ങനെ ഒരു ബോർഡർ ഉണ്ടായിരുന്നു കേട്ടോ. ബോർഡർ എങ്ങനെയാണെന്ന് അറിയാമോ? ഇത് കണ്ട, അത് ഇവിടെ ഈ ബോർഡർ കണ്ട. യെസ്, അതിങ്ങനെ ഫുൾ ഉണ്ടായിരുന്നു. ദിഗ്രി ദിഗ് 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 എന്ന് പറഞ്ഞാൽ ഈ ഒരു കണക്ഷൻ വരെ ഉണ്ടായിരുന്നു. പക്ഷെ അത് സ്റ്റാർട്ടിങ് മുതലേ ഇല്ലായിരുന്നെങ്കിൽ മമ്മീനെ വച്ചേക്കൂലായിരുന്നു. മമ്മിയും കണ്ടിട്ടുണ്ട് അതിങ്ങനെ ഇളകണതായിട്ടാ. അത് ഞാനുള്ളപ്പോ മുഴുവൻ ഇളകി. കാരണം എന്റെ തലയിലെല്ലാം വരണമല്ലോ. അപ്പൊ അതുകൊണ്ട് അതാണ് എനിക്കിപ്പോ അവിടെ സുഖമായിട്ട് ഇരിക്കാൻ പറ്റാണ്ട്. അപ്പൊ ഞാൻ ചേച്ചിയുടെ അവിടെ പോയപ്പോ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെ രക്ഷപ്പെടും? അപ്പൊ ചേച്ചി പറഞ്ഞ് അവരുടെ അവിടെ അങ്ങനെയാണ്. എന്റെ ഫ്രണ്ട്സിനോട് വെച്ചപ്പോ അവര് പറഞ്ഞ് അവരുടെ അവിടെ അങ്ങനെയാണ്, ഇങ്ങനെ ഊരി പോകുന്നതായിട്ട്. പിന്നെ എനിക്ക് കുഴപ്പമില്ല, ഞാൻ കുറെ പ്രൂഫുകൾ സഹിതം മമ്മിയുടെ അടുത്തേക്ക് നേരെ പറയാൻ ചെന്നു. മമ്മി ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായെന്നുള്ളതാ. അപ്പൊ ഇനിയിപ്പോ പ്രശ്നം നഹി. ഐ റിമെമ്പർ ലാസ്റ്റ് ഇയർ ഒക്ടോബർ 15 നവരാത്രി. ലാസ്റ്റ് ഇയർ ഒക്ടോബർ 3 ആയിരുന്നു. ഇത്തവണ സെപ്റ്റംബർ 22. അപ്പൊ ഒന്നും ആലോചിച്ച് നോക്കിയ ഫസ്റ്റ് ഇയറിന്റെ കമ്പാരിറ്റീവ്ലി ഒരു മാസം ഓൾമോസ്റ്റ് മുമ്പിലോട്ട് നവരാത്രി കയറിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സീസൺ അനുസരിച്ച് നവരാത്രി സീസൺ ആണെന്നുള്ള ഒരു ഫീല് എല്ലാവരും പറയുന്നുണ്ട്. ബട്ട് കാരണം ഇടയ്ക്ക് മഴ ആ ഒരു സീനായിട്ട് ഇരിപ്പുണ്ട്. എത്ര മഴ പെയ്താലും ഞങ്ങൾ വിടമാട്ടെ പൊങ്ക വിടമാട്ടെ ദുർഗാഷ്ടമി ഞങ്ങൾ ഗർഭ കളിച്ചു. ആൻഡ് വീട് സൂപ്പറായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് കൈ. മമ്മി പറഞ്ഞപ്പോ പോലെ തന്നെ ഒട്ടും ദയം ദക്ഷിണില്ലാണ്ട് രാവിലെ എണിപ്പിച്ച് ജോലി ചെയ്യിപ്പിച്ച് എത്ര ദിവസമായി ഞാൻ മര്യാദയ്ക്ക് ഒരു കോണ്ടന്റ് ഷൂട്ട് ചെയ്തിട്ട്. നിങ്ങൾക്ക് അറിയാമോ, ഇന്നാണ് ഞാൻ ഒന്ന് ക്യാമറ എടുക്കണത്. അത് നിങ്ങളുടെ ഒടുക്കത്ത കമന്റ് കാരണം എനിക്ക് ഒരു രക്ഷയില്ലായിരുന്നു. ബിക്കോസ് ഞാൻ എങ്ങാനും നവരാത്രി വ്ളോഗ് മിസ് കൂടുതൽ ചൂടാവണ്ട. നിങ്ങളുടെ സംസാരത്തിൽ കൂടുതൽ ചൂടായില്ലേ? അപ്പൊ ഞാൻ എന്താ പറഞ്ഞ, എങ്ങാനും ഈ നവരാത്രി കണ്ടന്റ് ഞാൻ ചെയ്യാണ്ടായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോ കുറ്റബോധം വന്നിരുന്നു. കാരണം ഫസ്റ്റ് ഇയറില് ആ ഒരു എക്സ്ട്രാ ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു ഫീലിംഗ് കാരണം എനിക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം കുറെ നാൾക്ക് ശേഷം വന്ന് ഗർഭമൊക്കെ കളിക്കാനുള്ള. അപ്പൊ എനിക്ക് മനസ്സിലാവണില്ല ഞാൻ ഗർഭ ശ്രദ്ധിക്കൂടെ എന്ത് ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ചെയ്തില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ നല്ല നല്ല വാക്കുകൾ കേട്ടു ആ സമയത്ത് കമന്റ്സിൽ. എവിടെ പക്കട. ഇന്ന് നമുക്ക് എന്ത് കഴിക്കണം എന്നാ ഞാൻ ആക്ച്വലി ഫ്രൂട്ട്സ് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഇരിപ്പുണ്ട്. മമ്മിക്കാണ് മേടിച്ച് വെച്ചത് 3 ദിവസമായിട്ട്. അത് പാവം ഫ്രിഡ്ജിന്റെ അറ്റത്തിരുന്ന് മരയിക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഫ്രിഡ്ജ് ക്ലീനിങ് ഒക്കെ നിങ്ങളൊപ്പം ചെയ്യാൻ വിചാരിച്ചത്. പക്ഷെ അതിന്റെ കോലം കണ്ടിട്ട് മമ്മി പറഞ്ഞു നോ പാവം അവരെങ്ങനെ രക്ഷപ്പെട്ടോട്ടെ, നമുക്ക് അവരൊക്കെ കാണിച്ചു കൊടുക്കാം. വേണം കഴിച്ച് നിങ്ങൾക്ക് ഫ്രിഡ്ജ് ടൂർ. വേഗം പറഞ്ഞ എനിക്ക് ഒന്നും വേണ്ട, വേഗം പറഞ്ഞു. ആക്ച്വലി മമ്മി ഇന്നലെ നല്ല അടിപൊളി അച്ചാറുണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ. കാരണം കുറെ ദിവസമായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ചോറ് കൊണ്ടുമ്പോൾ കൂട്ടി കഴിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത്തവണ അച്ചാറില് എള്ളെണ്ണ എവിടെ ഉണ്ടായിരുന്നില്ല കേട്ടാ. മമ്മിയെ ചോദിച്ചാൽ എള്ളെണ്ണ എവിടെ? അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എവിടെയാണ് എള്ളെണ്ണ ആവശ്യം എന്ന്. അപ്പൊ ഇത്തവണ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കണത് കേട്ടാ. പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് കമന്റ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായിച്ച് രസിക്കാം. എന്തെങ്കിലുമൊക്കെ ഗോസിപ്പ് ഉണ്ടെങ്കിൽ അതായത് മതി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങോട്ട് പറ.
നിങ്ങളുടെ ഐ ഡി എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ ഫേക്ക് ഐ ഡി എന്ന് പറ. എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ നോനി കേൾക്കാൻ. മല്ലി വെള്ളം പോലും വിടരുത്, അതും തട്ടി തറച്ച് കുടിച്ചോളാം കേട്ടോ. എന്തായി നോക്കുന്നേ? ഏതോ ഗുഡ് മോർണിംഗ് ഗൈസ്. കോത്ത് എന്തൊരു മാക്സ് ഇട്ട് പോയില്ലേ ഓക്കെ? ഇന്ന് വലിയ ആളായിരുന്നാ? എന്തൊക്കെ പറിച്ചോണ്ടോ നീ? നാട്ടെ കൊണ്ട് പറയിപ്പിക്കാൻ. എവിടെ നിന്നാണത്? റെഡിയാക്കിയാ? വാങ്ങിച്ചാ? കിട്ടിയില്ല അപ്പൊ അത്ര എത്ര പറിച്ചോണ്ടോ? കോമ്പറ്റീഷൻ. യെസ് ഗൈസ്, വഴി നിങ്ങളുടെ പൂക്കളൊക്കെ അമ്മയെ പോലത്തെ കുറെ പേര് ഇങ്ങനെ രാവിലെ ഇറങ്ങും കോമ്പറ്റീഷനായിട്ട്. അമ്മയുടെ ഫ്രണ്ടും ഉണ്ടായിരുന്നു, അതുകൊണ്ടുള്ള ടെമ്പൊക്കെ ഇത് നമ്മളൊന്നും നോക്കണില്ല, അത് ഓടിക്കളഞ്ഞിട്ട്. ഗുഡ് മോർണിംഗ്. ഹാപ്പി നവരാത്രി. എക്സൈറ്റഡ് ആണോ? ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലേ? ഇപ്പൊ ഗുഡ് മോർണിംഗ് ആയിട്ടായിരിക്കും. അതാ ഒരാള് സ്റ്റെപ്പൊക്കെ കയറിയാ കേസ് വന്നത്. അപ്പൊ അണച്ചിലും പൊകച്ചിലും. ഇന്നലെ വരെ മാക്സി ഇട്ട് നടക്കാൻ പോയ ആൾ ഇന്ന് റോളടിച്ച് ചുരിദാറൊക്കെ ആയിട്ട് ഓട്ടിയിട്ടാണ് ഫ്രണ്ട് പറഞ്ഞൊന്നും പറഞ്ഞു. ഇന്ന് വേറെ ഏതോ വഴി കൂടെ ഒക്കെ പോയത് നടക്കാൻ. എന്തൊക്കെ കട്ടുകൊണ്ടും വന്നിട്ടുണ്ട് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ. പിന്നെ എന്തൊക്കെയാണ് കോളാമ്പി. നിങ്ങൾ വിചാരിക്കരുത് ഞാൻ നിർദ്ദയാണ്, ഇതൊക്കെ നിറച്ചത് ഫുൾ ഞാനാ. ഒരു കെട്ട് കെട്ടിയത് പോലെ മമ്മി ക്രെഡിറ്റ് എടുത്ത് ഓടണ്ടാണ്. നിങ്ങൾ പറയും കണ്ണിച്ചു എടുത്ത മോള് അമ്മയെ കൊണ്ട് പണിയെടുപ്പിക്കണ വേണ്ടിയില്ലേ? ഇനി നിങ്ങളെ ഞാൻ ഇവിടെ കാണിയാണെങ്കില രാത്രി തണുക്കുമ്പോ വേണം ഓരോരുത്തർ. അതാ സംഭവം. നമുക്ക് ഇതൊക്കെ ഇന്ന് തന്നെ കഴുകിയിടണം ഗൈസ്, കാരണം അല്ലെങ്കിൽ പുറക്കാൻ വലുതും വേണം. ഓ മൈ ഗോഡ്, മമ്മിയുടെ തലോണം ഇത്രയും ദിവസം തലോണ കവർ ഇല്ലായിരുന്നാ? ഞാൻ എന്ന് ബെഡ്ഷീറ്റിന്റെ അടിയിൽ വെച്ചതാ, അതങ്ങനെ തന്നെ വെച്ച് കിടക്കുന്നത്. അതാണല്ലേ മമ്മി ഈ പൊസിഷൻ വിടാണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ വേഗം കുളിയുടെ സംഭവം നടക്കണ്ട. കാരണം നമ്മള് ബാത്റൂം ക്ലീൻ ആക്കാനായിട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം അർബൻ കമ്പനിക്കാരെ വിളിക്കണ്ടിട്ട്. ലേബർ ആയിട്ടുള്ള ആന്റി എന്നോട് പറഞ്ഞതായിരുന്നു നമ്മള് ഒരു പ്രാവശ്യം അവരെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കണമെന്നില്ല, കാരണം അത്യാവശ്യം ഹാർഡ് വാട്ടർ സ്റ്റെയിൻസ് അതൊന്നും നമ്മളെ കൊണ്ട് റിമൂവ് ആവില്ല. ജസ്റ്റ് കുറച്ചു നേരം കൂടെ കെട്ടിവെച്ച് കുളിക്കും. ഞാൻ ഇത്രയും വേഗം കുളിക്കാറില്ല, ആക്ച്വലി കുറച്ചു നേരമെങ്കിലും വെക്കാറുണ്ട്. ബട്ട് ഇത് നമുക്ക് ടൈമില്ല. സോ കാരണം 9 മണിക്ക് അങ്ങോട്ട് വരാൻ ഇപ്പൊ ഓൾറെഡി 7:30 കഴിഞ്ഞു. അപ്പൊ എനിക്കാണ് ആക്ച്വലി ഇന്ന് വിളക്കാത്തിക്കണ്ടേ. ഞാനല്ലേ എന്റെ അല്ലേ വ്രതം, അതുകൊണ്ടിട്ട് മമ്മിയുടെ ഓരോ എന്താണ് കാൽപാത ധ്വനി കേട്ട് കേട്ട് എന്റെ ഹാർട്ട് ബീറ്റ് കൂടുക. അപ്പൊ നമുക്ക് വേഗം പണികൾ തീർക്കാം. ബാത്റൂമിലെ ഐറ്റംസ് ഒക്കെ മാറ്റണം എന്ന് പറഞ്ഞാൽ ഞാനെല്ലാം അവിടെ ഉള്ള ഷെൽഫൊക്കെ അഡസീവ് ഹുക്കില്ലേ അത് വെച്ചിട്ടാണ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കണേ. അതൊക്കെ ഇപ്പൊ 1 കൊല്ലം ആവാറായി ഓൾമോസ്റ്റ്. അതൊക്കെ ഊരി പോരുന്നുണ്ട് ഗൈസ്. അപ്പൊ അതാണ് എന്തായാലും എനിക്ക് പുതിയ അഡസീവ് വെക്കണം. അർബൻ കമ്പനി എന്ന് വരുന്നതിന് മുമ്പ് എനിക്ക് അതൊക്കെ എന്തായാലും മാറ്റിയേ പറ്റൂ. അപ്പോഴല്ലേ ആ ഭാഗമൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കും. റിലാക്സ്ഡ് ആണ്, കാരണം നമ്മുടെ നവരാത്രിയുടെ ഫസ്റ്റ് ഡേയിൽ ഇപ്പൊ ഫസ്റ്റും സെക്കൻഡ് ഡേ അല്ലെങ്കിൽ ഞാൻ ചണിയാ ചോലി ഇടാൻ പോണില്ല. പാവാട ബ്ലൗസ് ആയിട്ടുള്ള ആ ഒരു സംഭവം ഒന്നും ചെയ്യണില്ല. നോർമൽ ആയിട്ടുള്ളതാണ് ഇടണത്. ബട്ട് സ്റ്റിൽ അതിനകത്ത് നന്നായിട്ട് എക്സസൈസ് ചെയ്യും, അതെന്തായാലും ഉറപ്പാണ്. ഭയങ്കര കഷ്ടമുണ്ട് ഗൈസ്. ആക്ച്വലി ഇവിടെ മര്യാദക്ക് പല്ല് പോലും തേക്കാൻ പറ്റില്ല ഈ വാഷ് ബേസിൽ, കാരണം വെള്ളത്തിന്റെ ഫ്ലോ വളരെ ഒരു കപ്പ് വെള്ളത്തിൽ ബ്രഷ് ചെയ്യാനായിട്ട് നിൽക്കും ഗൈസ്. ഇതാണ് ഇപ്പൊ എന്റെ പണി. അതിപ്പോ കുറെ നാളായിട്ട് മമ്മിയും പപ്പയും കോപ്പി അടിച്ച് ഞാനും സെൻസോഡൈന യൂസ് ചെയ്യണം. അത് കാരണം പല്ലില് വേദന ഒന്നും വന്നില്ല കേട്ടോ, സെൻസിറ്റിവിറ്റി വന്നില്ല. ചില സമയത്ത് ഞാൻ കോൾഗേറ്റിന്റെ പല്ല് വെളുപ്പിക്കുന്ന ഒരു ടൂത്ത് പേസ്റ്റ് ഇല്ലേ അത് യൂസ് ചെയ്യാറുണ്ട്. ഈ ഒരു പർപ്പിൾ, ഐ ലൈക്ക് പർപ്പിൾ. പക്ഷെ ഈ ടൂത്ത് പേസ്റ്റിനെക്കാട്ടും കൂടുതൽ നോർമൽ ആയിട്ടുള്ളതല്ലേ വൈറ്റ്, വിസിബിൾ വൈറ്റ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അതാണ് എനിക്ക് ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത് കേട്ടോ. ഗർഭയ്ക്ക് പോണതിന് മുമ്പ് ഒരു ബ്രഷ് വിസിബിൾ വൈറ്റ്, സോറി ഈ പർപ്പിൾ വൈറ്റ് ടൂത്ത് പേസ്റ്റ് ഇല്ല അത് വെച്ചിട്ട് പല്ല് വെച്ചിട്ട് പോകുമ്പോൾ നല്ല വെളുത്ത പല്ല് വെച്ച് ചിരിച്ച് ഗർഭം കളിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഈ ഐറ്റംസ്, ഇവിടെ നിന്ന് ഫുൾ ഷെൽഫ്, ഇത് പിന്നെ നമ്മുടെ ലോണ്ടറി ബാഗ് അതെല്ലാം എടുത്ത് മാറ്റാം. Now let's keep ടവലെല്ലാം ഇവിടെ, കാരണം ഇത് നമുക്ക് പോരണില്ലല്ലോ ഭഗവതി. What about this? അയ്യോ ഒന്നും പോരണില്ലല്ലോ. ബ്ലോ ഡ്രയർ യൂസ് ചെയ്ത് ഒന്ന് ചൂടാക്കി കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ ഇത് അടിച്ചു പോയിട്ട് നൗ ഐ ആം യൂസിങ് ദിസ് വൺ. മുടിക്ക് വേണ്ടി പോലും ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ആ സാധനത്തിൻ്റെയാണ്. പോരുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ ബാത്റൂം ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഞാൻ കാണിച്ചു തരാട്ടാ.
നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി. ആക്ച്വലി ഈ സംഭവം ഇതൊന്നും അവരുടെ ക്ലീനിങ്ങിന്റെ സംഭവത്തിൽ പെടുന്നതല്ല കേട്ടോ. ബാക്കി നമുക്ക് ഫുൾ ക്ലീൻ ഓക്കെ കേട്ടോ. അപ്പൊ എന്റെ ഹാർഡ് വാട്ടർ ഒക്കെ പോയിട്ട് തിളങ്ങണം നോക്കിയേ. സോ ഗുഡ്. ഇത് നമുക്ക് ബേക്കിംഗ് സോഡ വിനാഗർ ഒഴിച്ചതിന് ക്ലീൻ ആണ്. ഷവർ അതും ക്ലീൻ ആക്കിയിട്ട് അവര്. ഓക്കെ ഗൈസ്, സോ ഇതാണ് നമ്മുടെ ആഭരണപ്പെട്ടി. ഇതിനകത്താണ് കേട്ടോ എല്ലാം ഡെക്കോർ ഐറ്റംസ് ഇരിക്കണം. എസ്പെഷ്യലി നമ്മുടെ നവരാത്രി ദിവാളി. നമ്മുടെ ബെഡ് കിങ് സൈസ് ആണ് ഗൈസ്. അപ്പൊ നമുക്ക് 2 ബെഡിലും കൂടെ ഒരുമിച്ച് ഇരിക്കാട്ടാ. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, അപ്പൊ ദേവിയുടെ സ്ഥാപനം സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഒച്ച ഭയങ്കരമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഭഗവതി നമുക്ക് ഇവിടെ ഉണ്ട് തലോണ കവർ. ഇതിനൊന്നും മമ്മിക്കാണ്, ബിക്കോസ് ഞാൻ സാറ്റിൻ കവേഴ്സ് യൂസ് ചെയ്യും. മമ്മിക്ക് അത് ഇഷ്ടമല്ല ഗൈസ്, മമ്മിക്ക് ഉറക്കാൻ വരില്ല. ആക്ച്വലി സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഉറക്കാൻ വരില്ലായിരുന്നു, പക്ഷെ ഞാനിപ്പോ സുഖമായിട്ട് ഉറങ്ങാൻ. ഇപ്പൊ സാറ്റിൻ ഇല്ലാണ്ട് എനിക്ക് ഉറക്കം വരാറ്. കൂടിയാ മോന, അമ്മയുടെ മോനെ എവിടെ? അവരെ പോന്ന് അമ്മനെ ഹെൽപ്പ് ചെയ്യോ? അല്ല, തല തിരിഞ്ഞതല്ല ഗൈസ്, എങ്ങോട്ടായാലും കണക്കാന്ന് തോന്നണം അല്ലേ? അതാണ് നവരാത്രി സ്പെഷ്യൽ ഗൈസ്. എത്തണില്ല. ഇത് കിങ് സൈസ് ആണെന്നൊക്കെ പറഞ്ഞ് ഞാൻ മേടിച്ചത്, ബട്ട് ഇത് ക്വീൻ സൈസ് എനിക്ക് കിട്ടിയേക്കണം. ഒരു വലിയൊരു ചേഞ്ചിന്റെ പ്ലാനില് നമുക്ക് ആദ്യം ഈ ഒരു കിങ്, ശരിക്കുള്ള കിങ് സൈസ് ഇല്ല, അതിനെ വിരിക്കാം. എന്നിട്ട് ഇതിനെ റോൾ അടിക്കാൻ മുകളില് വിരിച്ചിടാം. ഓക്കെ, ഇതിനകത്ത് ഒരു വലിയ എക്സ്ട്രാ ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു കേട്ടാ. സോ അതും കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ നമുക്ക് വേഗം തന്നെ ഓണാക്കാം. മമ്മി പൗഡർ ഇട്ടില്ലേ? യെസ്, ഇട്ടിട്ടുണ്ട്. നമുക്ക് ഓൺ ചെയ്യാം. നമുക്ക് ഇച്ചിരി ഡെറ്റോൾ ഒഴിച്ചോ. എന്റെ പർപ്പിൾ ഡെറ്റോൾ നിങ്ങൾ പലരും കണ്ടോ? എന്റെ ബ്രദറാണ് നവരാത്രി. എനിക്ക് വ്ളോഗ്, എനിക്ക് മിനി വ്ളോഗ് ചെയ്യാണ്, എനിക്ക് റെഡി ആവണം. ഗെറ്റ് റെഡി വിത്ത് മീ ഉണ്ട്, ട്രാൻസിഷൻ ഉണ്ട്, എല്ലാം ഞാൻ ചെയ്യും. എന്നെ കുറിച്ച് എന്താ നിങ്ങൾ വിചാരിച്ച് ഞങ്ങളെ വിട്ടുകൊടുക്കൂല. ചൂടുവെള്ളത്തിലിടാം. കുറച്ച് നമുക്ക് ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കാം. ഷാമ്പു ഒഴിക്കണോ? സോപ്പൊടി പോലെ? അതാ ഞാൻ കണ്ടു. ഞാൻ ഇച്ചിരി ഡെറ്റോൾ ഒഴിച്ചു. ഗോയി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചവന്നുള്ളി ഗൈസ്. ഇതാണ് മമ്മിക്ക് വെക്കാൻ കിട്ടിയ സ്റ്റോറേജ്. ഇത് ഞാൻ ഓൺ ആക്കും, എന്നിട്ട് ഞാൻ കൺഫേം ചെയ്യും ശരിക്കും വെള്ളം വരുന്നുണ്ടോ. യെസ്, വരുന്നുണ്ട്. ഇത്രയും മതി. ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു പാകമായേനെ. നമ്മൾ തെറ്റിദ്ധരിച്ചു. ഇതേ ആവണുണ്ട്, ഈ സൈഡ് ആവൂല. ഇത് മതി. ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരാൾ എന്നെ കണ്ണൊക്കെ വിളിപ്പിച്ച് കഴിഞ്ഞു രാവിലെ. കാരണം ഉപവാസ സമയത്ത് നമ്മൾ കുളിക്കാണ്ട് വെള്ളം പോലും കുടിക്കുക. എന്നും നിങ്ങളോട് സംസാരിച്ച് ഞാൻ അറിയാണ്ട് മലയാളം ചൂടുവെള്ളം ചൂടാക്കി കുടിച്ചു. പുറത്തെടുത്തപ്പോ നല്ല ബ്രൈറ്റ്. ഇത് കിടന്ന് ഉറങ്ങാൻ തന്നെ എന്ത് സുഖമായിരുന്നു. അതല്ല, ഇതിന്റെ കൂടെ നമുക്ക് ഇതല്ലേ മാച്ച്. പർപ്പിളല്ല, പർപ്പിൾ വേണ്ട. അമ്മേ, ഇത് ഇവിടെ നിന്ന് ആയിരിക്കണോ അത് അവിടെ നിന്ന്? പണ്ടാണെങ്കിൽ സിൽക്ക് ഇടുമ്പോ ഉറക്കം വരില്ലായിരുന്നു. സിൽക്ക് ഇല്ലാണ്ട് ഉറക്കം. അയ്യോ, ഒരാൾ ഇരുന്നൊക്കെ കോക്കാൻ പോഞ്ഞ് ലുക്കൻ തോന്നി. മാച്ചൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. അഞ്ഞോ ഹായ് ഹായ് ഹായ്. തക്കരയും കേക്കോ? തക്കരയും കിടന്നും പഞ്ചാരയും കഴിച്ച്. ഇന്ന് എനിക്ക് ഉപവാസമാകുമ്പോ മമ്മി ഉറപ്പായിട്ട് ഉച്ചയ്ക്ക് വല്ല സ്പെഷ്യൽ ഉണ്ടാക്കി. ഈ വകയാണ് ഞാൻ എന്ത് വേണം. ഒന്നുമില്ല, സാധാരണ അങ്ങനെയല്ല എപ്പോഴും ചെയ്യാറ്. പക്ഷെ ഇന്ന് എന്തിരിക്കണോ നോക്കട്ടെ. ഞാൻ ഓർത്ത് ഇനി എന്തെന്നാ ഉണ്ടാക്കണേന്ന് ഒരു കാര്യം അറിയണ. പാവക്കുണ്ട്. ഞാൻ വെയിറ്റേക്ക് പറഞ്ഞു. അതൊന്നും പറയരുത് ഗൈസിന് അറിഞ്ഞൂടെ. 58 ഞാൻ പറയൂല. ചക്കരയോടെ ചക്കരയോടെ പിന്നെ അമ്മയുടെ അമ്മക്കാരും ഉമ്മ വരാത്തെ. ഇന്ന് മണത്ത് ഞാൻ കുളിച്ച കൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ വരില്ലായിരുന്നു. എവിടെ എന്റെ കോളിൻ? എവിടെ എന്റെ കോളിൻ? കോളിൻ 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 കോളിൻ. അയ്യോ, ഇതൊരു പൊടി ഇതുമ്മ. ഓക്കെ, ഹിയർ ഈസ് മൈ കോളിൻ. യെസ് ഗൈസ്, നമുക്ക് കണ്ട ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നിടത്തൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കാണാൻ പറ്റണ്ട എന്തോരം പാട് വീണ്ടും എടുക്കാം. നമുക്ക് ഇതിനെ ക്ലീൻ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ആദ്യം ഇല്ലേ ഇവിടത്തെ പൊടി ഒന്ന് തട്ടിക്കാം. नाम रे
सबसे बड़ा तेरा नाम ഹേ ഷേറുവാലി. അപ്പൊ രാവിലെ നമുക്ക് ഇവിടെ ഉണ്ട് ഏത്തപ്പഴം. ആർക്കൊക്കെ വേണം? വേഗം കഴിച്ചോ. മാച്ച കുടിച്ചിരുന്നു കേട്ടോ. ബാത്റൂം ക്ലീൻ ആക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. മമ്മ ആക്ച്വലി ഫോണിൽ അത് എത്ര പതുക്കെ പറഞ്ഞ, അല്ലെങ്കിൽ മമ്മേനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ നെയ്ബർ നമ്മുടെ അയൽവക്കത്ത് താമസിക്കണവരുടെ അവിടുത്തെ ഒരു ബോയ് ഉണ്ട്, ഒരു എത്ര 3ൽ നല്ല പഠിക്കണല്ലേ അമ്മ. അപ്പൊ അവന്റെ ബർത്ത്ഡേ ആയിട്ട് ഇതേ ഇവിടെ ചോക്ലേറ്റും, പിന്നെ അവർക്ക് കൃഷിയുണ്ട്. അപ്പൊ അവർക്ക് ഈ കപ്പലണ്ടിയുടെ കൃഷിയാണ് കേട്ടാ. സോ അവര് ഗുജറാത്തീസ് ആണല്ലോ, അപ്പൊ അവർക്ക് കപ്പലണ്ടിയുടെ കൃഷി. താങ്ക്ഫുള്ളി. മമ്മി എന്തായാലും ചോറ് ഇവിടെ തുറന്നു വെച്ചേക്കണ. അപ്പൊ അങ്ങനെ തുറന്നു നോക്കിയല്ലേ ഫ്രിഡ്ജിലായാ പോലും. അപ്പൊ നമുക്ക് ഇവിടെ ഉണ്ട്. ഞാൻ തപ്പരുത്, എന്ത് കഴിക്കും എന്ത് കഴിക്കും. നമുക്കില്ലേ ഈ കപ്പലണ്ടി പുഴുങ്ങി എടുക്കാട്ടാ. മഷ്റൂംസ് ഉണ്ടാക്കാനോ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കണ്ട. ദിസ് ഇസ് ഫോർ മമ്മൻ. മമ്മി പാവോടെ ഇച്ചിരി ചോറും അച്ചാറും വെച്ചിരിപ്പുണ്ട്. വേഗം തരാട്ടെ, ഒരു മിനിറ്റ് കഴിഞ്ഞു. മമ്മി ഒന്നും മൂട് പറയാറുന്നില്ലേ എന്നോട്? ആദ്യം തന്നെ പറയാറുന്നില്ലേ ഒന്നുമില്ലാതെ കൂട്ടാൻ? നോ ഗൈസ്, എനിക്ക് കൊതി വരണ്ടോന്ന് ചോദിച്ചാനോ കൊതി ഇല്ല. മമ്മി എന്നാലും ഇച്ചിരി കളഞ്ഞിട്ട് തിന്നാ മതിട്ട. മമ്മിക്ക് ഇതിനകത്ത് എന്ത് സീസണിങ്ങാ വേണ്ടേ? ബ്ലാക്ക് പെപ്പർ, റെഡ് ചില്ലി, ഐ മീൻ ദാറ്റ് പെരി പെരി. ഏതാ വേണ്ടേ? അവസാനം കേട്ട് പെരി പെരി. അപ്പൊ പെരി പെരി. മമ്മിക്ക് കുരുമുളക് പൊടിയാ വേണ്ട മുളക് പൊടിയാ? ഓക്കെ, കഴിഞ്ഞ ചോറ് കഴിയാറായ തോന്നുന്നുണ്ട്. നല്ലോണം കഴിച്ച് നല്ല ന്യൂട്രീഷൻ ഒക്കെ കിട്ടട്ടെ. ഇപ്പൊ ഉണ്ടാക്ക് കാർബോഹൈഡ്രേറ്റിൽ മമ്മിക്ക് എന്ത് കിട്ടാനാ? സത്യം പറഞ്ഞോ, ഇഷ്ടായ എമ്മയാ? നല്ലോണം കഴിച്ചോട്ടാ. ചുട ഉപ്പൊക്കെ കറക്റ്റ് ആയില്ലേ? അവൻ ചോറുണ്ട്. ഇച്ചിരി ചോറ് തെറ്റേ മതിയാ? മോരൊക്കെ കഴിഞ്ഞാ? അതിൽ ഇച്ചിരി കടന്നോട്ടെ മമ്മി. കുറച്ച് ഡെക്കോർ ചെയ്യാൻ എനിക്കാണെങ്കിൽ ഇപ്പോഴും ഐഡിയ കിട്ടിയിട്ടില്ല എന്ത് ഡെക്കോർ ചെയ്യണം എന്നുള്ളത്. ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ഇപ്പൊ ഡൗട്ട്. നമ്മൾ ഡെക്കോർ ചെയ്യണോ മേ? അതോ ദിവാലിക്ക് മതിയാ? എന്തെങ്കിലുമൊക്കെ കുറച്ച് ചെയ്യാല്ലേ? വീട്ടിലത്തെ ഡെക്കോറിനെക്കാട്ട് കൂടുതൽ ഗർഭ കളിക്കാൻ പോണതാണ് മുഴുവൻ ചിന്ത. അതാണ് ആക്ച്വലി ഏറ്റവും ഇമ്പോർട്ടന്റ്. ആൻഡ് ഇത്തവണ ഞാൻ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാ ദിവസവും ആർത്തിയിൽ ഞാൻ പോവും. ഭഗവതിയുടെ ഇത് ഉണ്ടാവുമല്ലോ ആർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി നമ്മൾ ദീപാരാധന അല്ലേ? അത് തന്നെ. കൈസിന് കൊടുത്തില്ല. കണ്ട കൈസ് ഇപ്പൊ കൊടുത്തു. വേഗം കൊടുത്തു. കണ്ട ഓർമ്മയുണ്ട്. അതൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ച്, എന്നാലും ആദ്യം തന്നില്ലല്ലോ നിനക്ക്. ഓക്കെ ഗൈസ്, മമ്മി പറയണ കേട്ട് ഞാനേ ഉച്ചക്കലത്തെ വെയിൽ മുഴുവൻ നമ്മുടെ ബാത്റൂമിൽ കൊടുത്തു വിട്ടാ. അപ്പൊ അത്ര നേരമായിട്ട് തുറന്നിരിക്കായിരുന്നു. സോറി, ക്ലോസറ്റ് ആൻഡ് ഫുൾ ബാത്റൂം ഇട്ടാ. ഇനി ജന്മം പോയാൽ തുറക്കണ്ട, കാരണം ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. ഇനി ജന്മത്ത് തുറക്കണ്ട. Here we have ഡ്രാഗൺ. മമ്മിക്ക് ഏത് ഡ്രാഗണാ വേണ്ടേ നാളെ? നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഡ്രാഗൺ ഫ്രൂട്ട്? ആക്ച്വലി ഇച്ചിരി റേറ്റ് കൂടുതല, പക്ഷെ ഇത് നല്ലതാ, ഹെൽത്തിനൊക്കെ നല്ലതാ. അതുകൊണ്ട് പിസ്സ മേടിക്കണ നേരം കൊണ്ട് ഇത് മേടിച്ച് കഴിക്കും. സൗണ്ട്സ് ലൈക്ക് അമ്മൂമ്മ ഗിവിംഗ് ലെക്ചർ അല്ലേ? എന്നിട്ട് എന്താ അമ്മൂമ്മ കഴിക്കാറുണ്ടായിരുന്നത്? എലൈറ്റ് കേക്കാണ് കേട്ടാ. സ്വാഗി ആയിരുന്നു. കാര്യം കഴിച്ചോ? എങ്ങനെ ബോൺ അപ്പറ്റിറ്റ്. ഇന്നത്തെ ദിവസം പറഞ്ഞിട്ടില്ല. നമുക്ക് ആക്ച്വലി നല്ലൊരു ഫുഡ് ഉണ്ട് ഇന്ന് രാത്രി. ഓക്കെ ഗൈസ്, ഫൈനലി ഞാൻ കുറച്ചുകൂടെ വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനായിട്ട്. സോ ഇവിടെയാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനായിട്ട് വിചാരിക്കണത്. ബട്ട് ദേർ ഇസ് എ ട്വിസ്റ്റ്. എന്തായിരുന്നു ട്വിസ്റ്റ്? ട്വിസ്റ്റ് അല്ല, സംഭവം എന്താ, ഈ ഒരു സംഭവം എടുത്ത് ഇവിടെ നിന്ന് മാറ്റണം. നോക്കൂ നിങ്ങൾ, കണ്ട് അഴുക്കുഴിച്ചിരിക്കണേ. ഇത് വല്ല മാർഗം ഉണ്ടോ ഗൈസ്? നമ്മള് ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റിലൊക്കെ നിൽക്കുമ്പോൾ ഇതിനൊന്ന് കഴുകിയെടുക്കാൻ. ഇപ്പൊ എന്തായാലും നമുക്ക് ഇത് എടുത്ത് മാറ്റാം ഇവിടെ. ഓക്കെ, ബിക്കോസ് ഞാൻ ഇവിടെ വേറെ ഇടും. ഓക്കെ ഗൈസ്, അപ്പൊ ഇവിടെ വേറെ എന്തെങ്കിലും വിരിക്കണം എന്നുള്ള പ്ലാൻ ഞാൻ ഡ്രോപ്പ് ആക്കി. കാരണം റെഡി ആവുന്ന സമയത്ത് എങ്ങാനും വല്ലതും വീണ് കഴിഞ്ഞാൽ അത് കറ പറ്റും. കാരണം അത് ബേജ് കളറാ, ജൂട്ട് കളറില്ലേ, ജൂട്ട് റഗ്. അതാണ് സംഭവം. നമ്മുടെ സ്റ്റുഡിയോ റൂമിൽ കിടക്കണം, നിങ്ങൾക്ക് അറിയാലോ. യെസ്. സോ ഇപ്പൊ നമ്മൾ നോർമലി ഇവിടെ എന്തെങ്കിലും കാണിച്ചു കിട്ടും. ഓക്കെ, ഓക്കെ ഗൈസ്, ഞാൻ ഈ ഒരു കർട്ടനായിട്ട് കഴിഞ്ഞ ഗൈസ്. ഇനി ഒന്നും ചെയ്യൂല. ബൈ. ഓക്കെ, അപ്പൊ അതേ നമ്മുടെ ജംബോ ഐറ്റം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇതിനെന്താ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചേഞ്ച് ചെയ്യണം. ആക്ച്വലി
അതിൻ്റെ അടുത്ത് ഗ്രേ കളറിന്റെ സ്കിൻ ഉണ്ട്, ബട്ട് ഭയങ്കര പാടായിരിക്കും ഗൈസ്. സോ അതിലും ബെറ്റർ ഞാൻ വിചാരിക്കുക എൻ്റെ അടുത്ത് ഈ ഒരു സിംഗിൾ ആയിട്ടുള്ള സോഫ കവർ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ടെമ്പററി ആയിട്ടേ വേണ്ടുള്ളൂ, അതുകൊണ്ട് നമുക്ക് നോർമലി ഇതങ്ങോട്ട് കേട്ടാം. ഞാൻ ഇതൊന്ന് തേക്കട്ടെ ഇങ്ങനെ. ഓക്കെ ഗൈസ്, എന്റെ അടുത്ത് ഈ ട്രാവൽ ഫ്രണ്ട്ലി ഉണ്ട് കേട്ടോ, ഫിലിപ്സിന്. ഞാൻ വൃന്ദാവൻ പോയപ്പോ മേടിച്ചത്. സോ ഗുഡ്. ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊണ്ടോ, കണ്ടോ, ഹെയർ ഡ്രയർ പോലെ. നമുക്ക് ഇത് വെച്ചിട്ട് ആദ്യം വെള്ളം നിറക്കട്ടെ. റെഡ് കളറുണ്ട്, അത് ചൂടാകണം. അപ്പൊ ഒന്ന് ഗ്രീൻ എങ്ങാണ്ടാവുമ്പോ തോന്നുന്നു അതിനെ നമുക്ക് യൂസ് ചെയ്യാമെന്ന് ആകണം. ഒന്ന് ചൂടാകണം വെള്ളം. ഓക്കെ, സോ എന്റെ റിഫ്ലക്ടർ ഇവിടെ നിന്ന് നമുക്ക് മാറ്റാം. കണ്ട ഞാൻ പറഞ്ഞില്ലേ, ഇത് ഓഫ് ആയിട്ട് ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ ഒരു ഇവിടെ ഈ അടുത്ത ഈ കബോർഡൊക്കെ ആയിട്ട് എനിക്ക് ഒരു എർത്തി ഫീൽ വന്നില്ല. അപ്പൊ ഞാൻ വിചാരിക്കും ആ കോർണറിൽ ഈ ഒരു കട്ടൻ കൊണ്ടിടാം. ബിഫോർ ദാറ്റ് ലെറ്റ്സ് ബ്രിങ് മൈ ബോയ് ഫ്രണ്ട്. ഓക്കെ ഗൈസ്, ഹിയർ my boyfriend. Wait. എന്റെ അടുത്ത് നവരാത്രി സ്പെഷ്യൽ കുഷൻ കവർ ഉണ്ടല്ലോ. എന്താ അകത്ത് പോകാത്ത? ഓ മൈ ഗോഡ്, ഇതിന്റെ സെന്റർ എന്നാണ് ഗൈസ് ഡിവിഷൻ കൊടുത്ത്. നമുക്ക് ബോയ് ഫ്രണ്ടിനെ ഹാപ്പി ആക്കാം. ഓക്കെ, ഏറ്റവും മുകളിൽ നമുക്ക് ഈ കളർഫുൾ ആയിട്ടുള്ള ഫ്ലവർ വാസ് എല്ലായിടത്തും ഞാൻ കൊണ്ടുപോകും. ഓക്കെ, ദെൻ ഐ ഹാവ് ഇതുപോലത്തെ 2 ഫ്ലവർ പോട്ട്. പക്ഷെ ഇതിന് നല്ല ഡെപ്ത് ഉണ്ട്. അപ്പൊ ഇതുപോലത്തെ ഫ്ലവേഴ്സ് ഡയറക്റ്റ് വെച്ചാൽ ചിലപ്പോ ഇത്തിരിശേ കാണുള്ളൂ. നെക്സ്റ്റ് നമുക്ക് 2 സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ക്രോസ് ആയിട്ടിരിക്കണം ഡാൻഡിയ, അത്രയ്ക്ക് സീനില്ല. സി, ഓക്കെ, ഐ ഹാവ് എ പ്ലാൻ. നമ്മുടെ അടുത്ത് ഇവിടെ ഉണ്ട് മയ. ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് പറ. അടിപൊളിയായില്ലേ? ഓക്കെ ഗൈസ്, അപ്പൊ അവിടെ കുളിച്ചുട്ടാൻ സീൻ ആയിട്ടാണ്. ഐബ്രോസ് ചെയ്തിട്ടില്ല, ഹെയർ റിമൂവ് ഒന്നും ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ലെവൽ കോൺഫിഡൻസ് ആണ്. എനിക്ക് ബ്രേക്ക്ഔട്ട്സും വരുന്നുണ്ട്. സി, പീരിയഡ്സിന് ഒരു 10 ദിവസം മുമ്പ് ഇത് വരും ഗൈസ്. ആ നേരാകുമ്പോ വന്നാ പോരെ, എന്തിനിങ്ങനെ ട്രെയിലർ ആയിട്ട് വരുന്നത് മനസ്സിലാവില്ല, എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, അപ്പൊ ഞാനിവിടെ കുളിച്ച് തന്നെ ബോഡി വാഷ് ചെയ്ത് ഓക്കെ ഗൈസ്, ദീപാരാധന നടക്കണം. എല്ലാവരും തൊഴുതോ. ലെറ്റ്സ് പ്രിപ്പയർ. ഓക്കെ, അപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ തന്നെ ഓൾറെഡി ഞാൻ രാഗിയുടെ ആട്ട കുഴച്ചാൻ. ഇത്തവണ ഗൈസ് ഞാൻ വേറെ രീതിയിലാണ് കുഴച്ചിട്ടാൻ. ലുക്ക് അറ്റ് ദ സോഫ്റ്റ്നെസ്. ഓൾറെഡി ഞാൻ ഒരു പ്രാവശ്യം സന്തോഷം കൊണ്ട് കുത്തി നോക്കിയിരുന്നു. ഇവിടെ ഞാൻ കാണിച്ചുതരാം. ദേവിയുടെ പ്രസാദമാണ്, എല്ലാരും കഴിച്ചോ. ജയ മാതാദി. ലെറ്റ്സ് ടേക്ക് നമ്മന്റെ യോഗർട്ട്, നമ്മന്റെ പനീർ. ഇച്ചിരിയും കൂടെ എടുക്കാം, വേറൊന്നും വേണ്ടേ, കാരണം ഗർഭം കളിക്കാൻ പോകുമ്പോ പിന്നെ ഞാൻ പട്ടിണിയാവും. ബാക്കി നമുക്ക് ഫ്രിഡ്ജിലോട്ട് കയറ്റാം. വേഗം, കാരണം നമുക്ക് ഇനി വീഡിയോ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യാറുണ്ട്. വേവിച്ചതിന് ശേഷം ഞാൻ ഒന്നും കൂടെ ചെറിയ പീസാക്കും ഗൈസ്, അപ്പോഴാണ് കഴിക്കാൻ രസം. കുറച്ച് ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണ്ടി. മുളക് പൊടി, ബാക്കി ഇനി പ്രശ്നമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ തിന്നാൻ കഴിയും. കാണ്ട് മിസ് ദിസ്, കാരണം നല്ല കോംപ്ലെക്സ് കാർബ്സ് ഉണ്ട് രാഗിയിൽ. എന്തിനാ ഉള്ളത് മമ്മി ഇതില്? കോംപ്ലെക്സ് കാർബ്സ് അടിയിലല്ല, രാഗിയില്. അടിയിലവിടെ ഇരിക്കണ്. ഓ ഗൈസ്, കോലം നോക്കൂ. മമ്മിക്ക് കഴുകാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. താങ്ക് യു. ഞാൻ മമ്മിയുടെ കർമ്മങ്ങൾക്ക് മമ്മി എന്തോരം ഹെൽപ്പ് ചെയ്യണ. എന്നെ കൃഷ്ണൻ വിട്ടതാമ മമ്മിക്ക് വേണ്ടി. ഓക്കെ ഗൈസ്, ഹിയർ വി ഹാവ് ഐസ്ബർഗ് ലേറ്റസ്. നമുക്ക് ഈ ഒരു കഷ്ണം, ഈ ഒരു ജംബോ കഷ്ണം ബാക്ക്ഗ്രൗണ്ട്. യെസ്, താങ്ക് യു.
have Greek yogurt. I need this because I love it. ഇത് ഇച്ചിരി രസമില്ല ഗൈസ്. എപ്പോഴും ഞാൻ ആഡ് ചെയ്യില്ല, പക്ഷെ ചിലപ്പോഴൊക്കെ എനിക്കിത് വേണം തന്നെ. ഒരു കീറപ്പാറയാണ് ഗൈസ്, പക്ഷെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ മറ്റേ ആ ഒരു ചട്നി ഇപ്പൊ ആഡ് ചെയ്യില്ല, അതിന്റെ പകരം നോർമലി ഞാൻ ആഡ് ചെയ്യാറ് മറ്റേ അനാറില്ല. യെസ്, അപ്പൊ ഇത്തിരി സ്വീറ്റ്നെസ്, പിന്നെ ഇച്ചിരി പുളിപ്പ് വരാനായിട്ട് ഞാൻ ആഡ് ചെയ്യും കുറച്ച് നാരങ്ങ നീര്. ബാക്കി നമ്മളിങ്ങനെ വടിച്ച് ചെയ്യും. റോൾ ആവൂല ഗൈസ്, കാരണം ഇത്രയെങ്കിലും റൊട്ടി വേണം റോൾ ആവണമെങ്കിൽ. നമ്മളിത് ഇങ്ങനെ തന്നെ അടിച്ചു തരും. ഫൈൻ. ഓക്കെ ഗൈസ്, ദിസ് ഇസ് സോ ഗുഡ്. പറഞ്ഞറിയിക്കാൻ പറ്റൂല. കഴിക്കട്ടെ വേഗം, റെഡി ആവണം. കിട്ടി ഗൈസ്, കിട്ടിപ്പോയേ നമ്മുടെ തൊപ്പി, കിട്ടിപ്പോയേ നമ്മുടെ സാഫയാണ് ഇത്, സാഫ. ഓക്കെ ഗൈസ്, അതെ ഈ ഒരു കുർത്തിയാട്ട ഞാൻ അടിയിൽ താഴെ ഈ ഒരു ധോതി പാൻറ്റാട്ട ഞാൻ, ബിക്കോസ് ഇന്ന് വൈറ്റ് കളറിലെ, അതുകൊണ്ട് നമുക്ക് വേഗം തേക്കാം. കരിഞ്ഞു കൊണ്ടിരിക്കാൻ ഇവിടെ ഒന്ന് നമുക്ക് പരീക്ഷിക്കാം. ഓക്കെ ഗൈസ്, അവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യം സ്റ്റാർട്ട് ആയിട്ടുണ്ട്, വേഗം പോട്ടെ ഞങ്ങള്. ഓം നമസ്തേ. മമ്മിയെ വീട്ടിലാക്കാൻ പോവാം, മമ്മിക്ക് ഉറക്കാൻ വേണ്ടിട്ട്. ഞങ്ങൾ ഗർഭയൊക്കെ കഴിഞ്ഞ് ഇന്നും നാളെ നാസ്തയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പുറത്ത് പോയിരുന്നു കഴിക്കാനായിട്ടാ. മമ്മിക്ക് വേണ്ടി ഞാൻ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മമ്മിക്ക് നാളെ രാവിലെ ഉണ്ടാക്കണ്ടായിരുന്നു. പറ വേണേ. ഓക്കെ, അപ്പൊ ഞാൻ മമ്മിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ മമ്മിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ്. പേടിക്കണ്ട, എന്റെ കയ്യിൽ കീ ഇരിപ്പുണ്ട്. അന്നത്തെ അവസ്ഥ വരില്ല, വാതിൽ പോട്ടേണ്ട അവസ്ഥ വരില്ല. വലിയ പല്ലിയാണ്, ഞാൻ ഒറ്റയ്ക്കാണ്.